പാർക്കിങ്ങിൽ ഈ പരിപാടി ഈ പ്രൗഢ ഗംഭീരമായ സദസ്സിലെ സാക്ഷ്യത്തോട് ആരംഭിക്കുകയാണ്. ആദ്യമായി നാഗത്തിനു വേണ്ടി അഹമ്മദ് ബോയ്സിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് അലിയ ഈ പുറത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الصلاة والسلام على رسول الله صلى الله عليه وسلم. വേദിയിലും അതുപോലെ സ്റ്റേജിലും പുരുഷായ ബഹുമാന്യരായ അഭിവന്ദരായ നാട്ടുകാരെ, നേതാക്കളെ, ഇങ്ങനെയൊരു സദസ്സ് സംഘടിപ്പിക്കാനും ഇതിൽ സംസാരിക്കാനും ഒരു ഭാഗ്യം ലഭിക്കാനുള്ള വലിയ ഭാഗ്യമായിട്ട് സന്തോഷമായിട്ടുമാണ് കരുതുന്നത്. പല്ലാരിക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം 10 വർഷം പഴക്കമായ, അല്ലെങ്കിൽ 10 വർഷത്തിൽ അല്പം കൂടുതൽ പഴക്കമുള്ള ഈ പ്രവാസി സംഘടന ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ നമ്മുടെ പ്രമുഖരായ നേതാക്കന്മാർ, നമ്മുടെ MP അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം വന്നവയാണ്, നമ്മുടെ MLA, അതുപോലെ രാഷ്ട്രീയത്തിലെയും അക്കാഡമിക്കിലെയും പ്രമുഖ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഈ സംഘടനയുടെ എത്രമാത്രം വിജയകരമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. 10 വർഷം മുമ്പ് ഏകദേശം 100-ൽ താഴെ അംഗങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സംഘടന ഇന്ന് 400-ലേറെ പ്രവാസികളായ അംഗങ്ങളുമായിട്ട് വളരെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പല്ലാരിമംഗലത്തിൽ മാത്രമല്ല, ഈ ജില്ലയിൽ പോലും പല്ലാരിക്കൂട്ടം എന്നുള്ളൊരു വാക്ക് ആളുകൾക്ക് സുപരിചിതമായി കഴിഞ്ഞു. അതിന് മുമ്പ് കഴിഞ്ഞു പോയ ഈ 10 വർഷത്തോടെ സംഘടനയെ നയിച്ച വ്യത്യസ്തമായ നേതൃത്വങ്ങളുടെയും അതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ സമൂഹത്തിന്, അതായത് പ്രത്യേകിച്ച് പ്രവാസികൾക്കും നാട്ടുകാർക്കും പ്രയോജനകരമായിട്ട് ചെയ്ത പ്രവർത്തനങ്ങളുടെയും ഒരു റിസൾട്ടാണ് ഈ ഒരു സദസ്സ്, അല്ലെങ്കിൽ ഇങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റിയ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ നോട്ടീസ് ശ്രദ്ധിച്ചാൽ നമുക്ക് 3 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന് അക്കാഡമിക് എക്സലൻസ് അവാർഡാണ്, ഒന്ന് അർഹരായ കുട്ടികൾക്കുള്ള പഠന സഹായ വിതരണമാണ്, 3 അവശനായ അല്ലെങ്കിൽ ഒരു കാരുണ്യം അർഹിക്കുന്ന ഒരു സഹോദരനുള്ള സഹായമാണ്. പല്ലാരിക്കൂട്ടം എന്നുള്ള സംഘടനയുടെ
കോറായിട്ടുള്ള 3 ആക്ടിവിറ്റീസ് ആണ്. ഒന്ന്, അവശരായ പ്രവാസികളെ അല്ലെങ്കിൽ നാട്ടുകാരെ സഹായിക്കുക, ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ നമ്മളുടെ പഠിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ പഠിച്ച് അവരുടെ കഴിവ് തെളിയിച്ച കുട്ടികൾക്ക് ഒരു മെന്ററായിട്ടാണ് പല്ലാരിക്കുട്ടം. അതുകൊണ്ടാണ് നമ്മൾ എക്സലൻസ് അവാർഡുകൾ പഠിക്കാൻ കഴിവുണ്ടായിട്ടും അതിന് സാഹചര്യമില്ലാത്ത, അതിന് അർഹരായ കുട്ടികൾക്ക് കൈപിടിച്ച് കയറ്റാൻ പറ്റുന്ന ഒരു വലിയ സഹോദരന്റെ റോളിലാണ് പല്ലാരിക്കുട്ടം ഈ സഹായ വിദ്യാഭ്യാസ സഹായം വിതരണം ചെയ്യുന്നത്. ശരിക്കും പല്ലാരിക്കുട്ടം കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പോറാണ്. ശരിക്കും നമ്മൾ എത്രയോ ആളുകൾക്ക് സഹായം, രോഗികളായ ആളുകൾക്ക്, വിദ്യാഭ്യാസമായിട്ട് സഹായം ആവശ്യമുള്ളവർക്ക് പല രീതിയിൽ നമ്മൾ ചെയ്തു പോന്നിട്ടുണ്ട്. നമ്മുടെ നാടിന് എത്രയോ പല്ലാരിമംഗലം പഞ്ചായത്തിൽ നിന്ന് എന്ത് ആവശ്യം വന്നാലും ആളുകൾ ആദ്യം ഓർക്കുന്നത് പല്ലാരിക്കുട്ടത്തെയാണ്. നമ്മൾ വലിയ 400 മെമ്പേഴ്സ്, 400 പ്രവാസികളുള്ള ഒരു സംഘടനയുടെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും നമ്മളുടെ പേര് ഇന്നും ആളുകൾ കാര്യമായിട്ട് ഓർക്കുന്നുണ്ട്. അല്ലെ, നമ്മുടെ പ്രത്യേകിച്ച് ഇടയ്ക്ക് കൊറോണാനന്തരം അല്പം ഒരു അപജയം സംഭവിച്ചിരുന്ന കുറച്ചു കാലത്തേക്ക് അത് വീണ്ടും നമ്മൾ ഉഷാറാക്കി ഈ അവസ്ഥയിലേക്ക് നമ്മുടെ സംഘടനയെ കൊണ്ട് എത്തിക്കാൻ പറ്റി. ഏതൊരു പ്രവാസിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാരമില്ല, ഇതിനു വേണ്ടിയിട്ട് അഹോരാത്രം പാടുപെട്ട മുൻ നേതൃത്വങ്ങൾ, അതിനുവേണ്ടി പണിയെടുത്ത മെമ്പേഴ്സ് എല്ലാവരും വളരെയധികം ആദരം അർഹിക്കുന്നവരെല്ലാവരും നന്ദിയോടുകൂടി നമ്മൾ സ്മരിക്കുന്നു. ഈ ചടങ്ങിൽ എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതിൽ വന്ന എല്ലാവർക്കും സ്വാഗതം പറയുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു MLA എന്ന് പറഞ്ഞാൽ എത്രമാത്രം നമ്മുടെ ഈ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ എത്രമാത്രം ബൃഹത്തരായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ ആന്റണി ജോൺ ബഹുമാനപ്പെട്ട MLA. പക്ഷെ പല്ലാരിക്കുട്ടത്തിന്റെ എന്ത് പരിപാടിക്ക് വിളിച്ചാലും പ്രായം കൊണ്ട് ചെറുതാണെങ്കിൽ നമ്മുടെ ഒരു കാരണവരെ പോലെ എപ്പോഴും ഓടിയെത്തുകയും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്ന ബഹുമാനപ്പെട്ട MLA ആന്റണി ജോണിനെ ഈ പരിപാടിയിലേക്ക് പല്ലാരിക്കുട്ടത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട MP അറിയാം, നമ്മുടെ 10 ലക്ഷം 1 മില്യൺ ആളുകളുടെ പ്രതിനിധിയാണ്, പാർലമെന്റിൽ പ്രതിനിധിയാണ് MP എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ കൊച്ചു ഗ്രാമത്തിലെ കൊച്ചു സംഘടനയുടെ ഇങ്ങനൊരു പരിപാടിക്ക് വരാൻ ഏറ്റത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അത്രമാത്രം അദ്ദേഹം നമുക്ക് പ്രാധാന്യം തരുന്നതിന്റെ തെളിവാണ്. അദ്ദേഹം മൊത്തവയാണ് ഒരുപക്ഷെ പരിപാടിയുടെ ഏതെങ്കിലും അവസരത്തിൽ എത്തിച്ചേർന്നേക്കാം. അദ്ദേഹത്തിന്റെ ആബ്സൻസിലും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ജനപ്രതിനിധികളായിട്ട് വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഖദീജ മുഹമ്മദ്, അതുപോലെ ബ്ലോക്ക് മെമ്പർ മോൾ ഇസ്മായിൽ, അതുപോലെ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ബാസ്, നമ്മൾക്കെല്ലാം സുപരിചിതമായ മുഖങ്ങളാണല്ലോ എല്ലാവരും. നമ്മുടെ രാജ്യത്തെ നമ്മുടെ തദ്ദേശീയ രാഷ്ട്രീയ നേതൃത്വങ്ങളിലിരിക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും നമ്മൾ ഹാർദവമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ അക്കാഡമിക് രംഗത്ത് നിന്ന് വലിയൊരു നേതൃനിര തന്നെ നമ്മുടെ സ്റ്റേജിലുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ പല്ലാരിമംഗലം VHS HM സജിമോൻ സാർ, അദ്ദേഹത്തിന്റെ നമ്മുടെ കഴിഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ HM ശ്രീമതി ആയിഷ ടീച്ചർ മാവതി LP സ്കൂളിലെ HM ആണ്. അതുപോലെ ഇർഷാദ് CM കുടമുണ്ട LP സ്കൂളിലെ HM, അതുപോലെ മുജീബ് റഹ്മാൻ സാർ HM വാളാച്ചിറ LP സ്കൂള്, സീനിയർ വർഗീസ് ടീച്ചർ HM പൈനപ്പൂർ UPS, അതുപോലെ ശ്രീമതി മിനി ജോർജ് ടീച്ചർ HM പൂവള്ളൂർ, ശ്രീമതി നിസായിയെ, അവര് പലരും വേദിയിലുണ്ട്, ചിലരെത്താൻ വൈകിയിട്ടുണ്ട്. എല്ലാവർക്കും പല്ലാരിക്കുട്ടത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ സംഘടന പല്ലാരിമംഗലത്തിൽ സംഘടനയാണ്. നമ്മുടെ ഇവിടുത്തെ സാമൂഹികമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ നിലനിർത്തുന്നതാണ്. നമുക്ക് ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ സാമൂഹിക സംഘടനകളായ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ, ശ്രീ ഷമീർ KM ഹീറോയിൻസിന്റെ പ്രതിനിധിയായിട്ട്, അതുപോലെ നിഷാദ് ഗോൾഡൻ ഏജ് അവാർഡ്, അൽതാഫ് യുവമണിയൂർ, അതുപോലെ അസ്ലാം ഫോക്കസ് പല്ലാരിമംഗലം, ഷമീർ റിയൽ ഹീറോസ് പൈമറ്റം, നവാസ് ഫ്രണ്ട്സ് പുലിക്കുന്നപ്പടി, TK ജാബർ പള്ളിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളുണ്ട്. നമ്മുടെ യുവത്വത്തിന്റെ പ്രതീകങ്ങളായിട്ട് ഇവിടെ നമ്മുടെ പരിപാടിയിൽ ചേരാൻ വന്നിട്ടുള്ള എല്ലാവർക്കും പല്ലാരിക്കുട്ടത്തിന്റെ പേരിൽ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ഇതിനെല്ലാം പിന്നാലെ നമ്മുടെ ഈ പരിപാടി അല്ലെങ്കിൽ പല്ലാരിക്കുട്ടത്തെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഹോരാത്രം പാടുപെടുന്ന നമ്മുടെ ഈ പല്ലാരിമംഗലം ഏരിയയിലുള്ള നമ്മുടെ പ്രവർത്തകർ, പ്രത്യേകിച്ച് നമ്മുടെ കൺവീനർ സലീം മുഞ്ചക്കൻ സാഹിബ്, അതുപോലെ നമ്മുടെ കൺവീനർ കാസിം സാഹിബ്, മുൻ പ്രസിഡന്റുമാർ, മുൻ സെക്രട്ടറിമാർ, നീണ്ട നിര തന്നെ നമ്മൾ എല്ലാവരുടെ പേര് ഞാൻ പറയുന്നില്ല. അവരുടെ എല്ലാം പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നത്. ഈ ഒരു ഉയർന്ന അവസ്ഥയിൽ വരാൻ നമുക്ക് സാധിച്ചു. എല്ലാവർക്കും പ്രത്യേകിച്ച് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ എഡ്യൂക്കേഷൻ അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ നമ്മുടെ കുട്ടികൾ,
നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളാണ്. അവരുടെ മുമ്പോട്ടുള്ള എല്ലാ വിജയങ്ങൾക്കും ആശംസ നേർന്നുകൊണ്ട് തന്നെ അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവിടെ രക്ഷിതാക്കള്, പലാരിക്കൂട്ടത്തിന്റെ 10 മെമ്പേഴ്സ്, അതുപോലെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പലാരിക്കൂട്ടത്തിന്റെ ഗ്ലോബലിലുള്ള മുഴുവൻ മെമ്പേഴ്സിനെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇപ്പോൾ സംസാരിക്കുന്നു. തിരക്കുകൾക്കിടയിലും കൃത്യമായ സമയത്ത് നാട്ടിലെത്തി ഇത്തരമൊരു പ്രൗഢഗംഭീരമായ സദസ്സിന് സ്വാഗതം ആശംസിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷന്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീ അരിക്കുഞ്ഞ് മുറിയോടിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അനിൽജാണ് നമ്മുടെ MP ഈ യോഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം യാത്രയിലാണ്. അദ്ദേഹത്തിൻ്റെ ആബ്സൻസിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഖദീജ അഹമ്മദ്, ബ്ലോക്ക് മെമ്പർ ശ്രീമതി സാമു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്കൂളുകളുടെ ഹെഡ് മാസ്റ്റേഴ്സ്, ക്ലബുകളുടെ ഭാരവാഹികൾ എല്ലാവരെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്, അതോടൊപ്പം സന്തോഷമുണ്ട്. പല്ലാരിക്കൂട്ടം സംഘടന നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുകളെ ആദരിക്കുന്നു, അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ അംഗീകരിക്കുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞുകുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്കൊരു ചെറിയ പുഞ്ചിരി നൽകാൻ നമ്മളാകുന്ന ഒരു ചെറിയ ഒരു ഗിഫ്റ്റ്, ഒരു സഹായം അവർക്ക് നൽകുന്നു. അതോടൊപ്പം ഇവിടുത്തെ പല്ലാരിമംഗലം പഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും അവശതരായ അർഹിക്കുന്ന ആളുകൾക്ക്, രോഗികൾക്ക് സഹായം എത്തിക്കുന്ന ഒരു വേദിയാണ് നമുക്കുള്ളത്. തീർച്ചയായും ഇത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്, സന്ദർഭമാണ്. അതോടൊപ്പം പല്ലാരിക്കൂട്ടത്തിൻ്റെ ചരിത്രത്തിലേക്ക് കൂടി ഒന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയുള്ള പലർക്കും അറിയാമായിരിക്കും, എങ്കിലും ഇത് ഒരു ബ്രെയിൻ ചൈൽഡാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള സൗദിയിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രവാസികളുടെ ഒരു സ്ഥിരകാലമായ അഭിലാഷമായിരുന്നു പരസ്പരം പരിചയപ്പെടുക, നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുക. ആയിട്ടുള്ള ബ്രെയിൻ ചൈൽഡാണ് പല്ലാരിക്കൂട്ടത്തിൻ്റെ ഉത്ഭവം. അന്ന് അതോടൊപ്പം പ്രവർത്തിച്ച ഒരാളുകൾ ഉണ്ട്, ഒരു ടീമുണ്ട്. ആ ഒരു ടീമിനെ കൂടി ഈ സന്ദർഭത്തിൽ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്നത്തെ പല്ലാരിക്കൂട്ടത്തിൻ്റെ ആദ്യത്തെ ചെയർമാൻ ശ്രീ സമീപിക്കാൻ, അതോടൊപ്പം പ്രസിഡന്റ് ശ്രീ അക്ബർ മുഹമ്മദ്, സെക്രട്ടറി ശ്രീ ബിനോയ്, ഇവരുടെ 2 പേരും കൂടി ഉണ്ട്. ഇവരെല്ലാവരും എക്സ് പ്രവാസികളാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അവരെ ഈ സന്ദർഭത്തിൽ പല്ലാരിക്കൂട്ടത്തിൻ്റെ പേരിൽ ഒന്നുകൂടി സ്മരിക്കാനും അവർക്ക് ആദരം അർപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയ ഒരു ചെറിയ പ്രസ്ഥാനം, ചുരുങ്ങിയ 5-10 വ്യക്തികൾ മാത്രം, അതുകൊണ്ട് ഹിദായത്ത് മുകളിൽ നസീഫത്തേക്കര തുടങ്ങിയ എന്നും ചുരുക്കോടെ ഏത് കാലത്ത് മുന്നിട്ടിറങ്ങുന്ന ഒരു കൂട്ടം, ഒരു ചെറിയ കൂട്ടം ദമാമിൻ്റെ പ്രവർത്തകർ, അവർ മുന്നോട്ട് വെച്ച ഈ ആശയമാണ് ഇന്ന് വളർന്ന് പന്തലിച്ച് ഇവിടുത്തെ പ്രവാസികളെ ഓൾമോസ്റ്റ് മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നു വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അങ്ങനെ ആദ്യം ദമാമിൽ ഉൾക്കൊണ്ടായത്, പിന്നീട് അത് മക്കയിലേക്ക് വളർന്നു, ശേഷം കുവൈറ്റിലേക്ക് വന്നു, ഖത്തറിലേക്ക് വന്നു, അതുപോലെ ഒമാനിലേക്ക് വന്നു, മറ്റ് റിയാദിലേക്ക്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വന്നു. അങ്ങനെ മുന്നോട്ട് വന്ന ആളുകൾ അവരുടെ ഭാഗങ്ങളിൽ ഓരോ യൂണിറ്റുകളുണ്ടാക്കുകയും ആ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് 2016 നമ്മൾ എത്തിച്ചേർന്നു. അങ്ങനെ 2016 വ്യവസ്ഥാപിതമായ ഒരു സംഘടന എന്ന നിലയിലേക്ക് വളരാൻ നമുക്കൊരു ഓഫീസ് ആവശ്യമായി വന്നു. ആ ഓഫീസ് പല്ലാരിമംഗലം പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമായ അരിവാട്, അതിൻ്റെ ഹൃദയഭാഗമായ ഭാഗത്ത് നമ്മളൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്,
ആ ഓഫീസിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ ആന്റണി ജോണാണ് നിർവഹിച്ചതെന്ന് ഇത്തരത്തിൽ നടക്കുകയാണ്. അതുപോലെ അതിനുശേഷം അന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്ത പരിപാടി ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം 2016. അന്ന് 25ഓളം കുടുംബങ്ങൾക്ക് ഈ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 25ഓളം കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സഹായം, ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായം, ഫുഡ് കിറ്റ്, ഭക്ഷണ സഹായം, ഇങ്ങനെ ഒരു വർഷം നീണ്ടു നിന്ന പരിപാടിയായിരുന്നു സ്വാതന്ത്ര്യം 2016. അങ്ങനെ അതൊന്ന് നമ്മൾ ഏതാണ്ട് 20-25 ലക്ഷത്തോളം രൂപയാണ് അന്ന് 2016 നമ്മൾ ആ കാലത്തെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അതിനുശേഷം നമ്മൾ 2017 വന്നു. 2017 വന്നു കഴിഞ്ഞപ്പോൾ പുതിയ ഒരു ഭരണസമിതി വീണ്ടും അതിന് ചുമതലയേറ്റു. ആ ഭരണസമിതിയുടെ സെക്രട്ടറി ശ്രീ അനസ് മക്കാർ, അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം ഖത്തറിലാണ്. അദ്ദേഹത്തിൻ്റെ വളരെ നിസ്വാർത്ഥമായ പ്രവർത്തനം നമ്മുടെ ഈ സൈന്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം സഹായിച്ചു. അന്ന് ഈ എളിയ ഞാനായിരുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ്. ആദ്യമായിട്ട് നമ്മൾ ആ വർഷം ചെയ്ത ഒരു പ്രധാന കാര്യം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ഇന്ന് നമ്മുടെ നാട് മുതൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അന്ന് 2000 വിവിധ സ്കൂളുകളിൽ, വിവിധ ഭാഗങ്ങളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നമ്മൾ സംഘടിപ്പിച്ചു. അതോടൊപ്പം അന്ന് നമുക്ക് വളരെ അത്യാവശ്യമായൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ബെഡ് സ്കൂളുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കപ്പെടാതെ ഈ പഞ്ചായത്തിൻ്റെ മൂലയിൽ നമ്മുടെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെഡ് സ്കൂൾ ഉണ്ടായിരുന്നു. ആ ബെഡ് സ്കൂളിന് ചോദ്യമായിട്ട് കോമ്പൗണ്ട് പ്രോപ്പറായിട്ടുണ്ടായിരുന്നില്ല. ആ കുട്ടികളുടെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടികൾക്ക് സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വന്നു. ആ ബെഡ് സ്കൂളിന് കോമ്പൗണ്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, കിച്ചൺ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ആ ബെഡ് സ്കൂളിന് വ്യവസ്ഥാപനമായ രീതിയിൽ ആ കുട്ടികളെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ശ്രമിച്ചു. അൽഹംദുലില്ലാഹ് അതിന് ഫലമുണ്ടായി. പിന്നീട് ഇന്ന് ആ സ്കൂൾ ഞാൻ കാണുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ. ശേഷം നമ്മൾ ആ വർഷം ചെയ്ത വിദ്യാഭ്യാസ സേവനം, സ്കൂൾ കിറ്റ്, എല്ലാ കുട്ടികൾക്കും, ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ സ്കൂൾ കിറ്റ്, സ്കൂൾ ബാഗ്, കുട, ബുക്ക്, ഉപകരണങ്ങളൊക്കെ കൂടി നമ്മൾ അന്ന് 100-ലധികം കുട്ടികൾക്ക് അന്ന് നമ്മൾ വിതരണം ചെയ്തു. പിന്നെ സാധാരണ നമ്മൾ ഏറ്റെടുക്കുന്ന വീട് നിർമ്മാണം തുടങ്ങിയ വിദ്യാഭ്യാസ സഹായം, വീട് നിർമ്മാണം, ആവശ്യമായ രോഗികൾക്കുള്ള സഹായം, വീട് മെയിൻ്റനൻസിനുള്ള സഹായം, ഇതെല്ലാം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഓരോ വർഷവും ചെയ്തു പോയിരുന്നു. ആ വർഷം നമ്മൾ മാവൂരി സ്കൂളിന് വേണ്ടിയിട്ട് ഫർണിച്ചറുകൾ കൊടുത്തിരുന്നു, ഫർണിച്ചറുകൾ സ്പോൺ ചെയ്തിരുന്നു. അങ്ങനെ 2017 ശേഷം 2018 വന്നപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ പ്രസ്ഥാനം നമ്മൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ജീവനം എന്ന പേരിൽ ഈ പഞ്ചായത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, അതായത് പാവപ്പെട്ട ആളുകൾക്ക് ഒരു ജീവനോപാധി കണ്ടെത്തുക എന്ന ഉദ്ദേശത്തിൽ ആട് വിതരണ പദ്ധതി നമ്മൾ ഇവിടെ ആരംഭിച്ചു. അതിൻ്റെ ഉദ്ഘാടനവും നമ്മുടെ ബഹുമാനപ്പെട്ട MLA തന്നെയാണ് ചെയ്തത്. വളരെ സന്തോഷപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. കാരണം എടുത്തു പറയുന്നത്, പല്ലാരിക്കുട്ടം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും എപ്പോൾ വിളിച്ചാലും അദ്ദേഹം നമ്മളോടൊപ്പം ഓടിയെത്തും, നമ്മളോടൊപ്പം സഹകരിക്കും. ആ സന്തോഷം കൂടി പങ്കുവയ്ക്കാനാണ് ഞാൻ എന്ന് ഓർമ്മിക്കുന്നത്. ആ വർഷം നമ്മൾ 2018 നമ്മൾ ബദനി പാലിയേറ്റീവ് കെയർ മെഡിക്കൽ സപ്ലൈസ് നമ്മൾ വിതരണം ചെയ്തു. ബദനി പാലിയേറ്റീവ് കെയറിലേക്ക് വേണ്ടിയിട്ട് മോർഫിൻ അന്ന് കുറച്ച് ഷോർട്ടേജ് വന്നിരുന്നു. അന്ന് നമുക്ക് മോർഫിൻ ആവശ്യമുണ്ടായിരുന്നു. അത് നമ്മൾ വാങ്ങി സപ്ലൈ ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മളൊരു പുതിയ ഒരു ചിന്താഗതികൾ നമ്മുടെ മുന്നിൽ വന്നു. അതായത് പ്രവാസികൾ മടങ്ങി വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചില പരിപാടികൾ ആരംഭിക്കണം. അങ്ങനെ നമ്മൾ ചില സംരംഭങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ചില ഏർപ്പാടുകളിലേക്ക് പോവുകയും ചെയ്തു. അതിലൊന്നാണ് പോൾട്രി ഫാം. പോൾട്രി ഫാം ഇന്നും അത് നിലവിലുണ്ട്. അദ്ദേഹം വളരെ വിജയകരമായിട്ട് നടക്കുന്നു എന്ന് പറയുന്നില്ലെങ്കിലും ഇന്ന് അത് ലൈവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്ന ആ പോൾട്രി ഫാം ഉണ്ട്. അതിനുശേഷം നമുക്ക് മറ്റു പല പരിപാടികൾ ചിന്തിക്കാൻ സാധിച്ചെങ്കിലും പക്ഷേ അതൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമുക്ക് ആ രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്ന് 2018 നമുക്ക് പ്രളയവും വെള്ളപ്പൊക്കവും ഉണ്ടായ കാലമാണ്. അന്ന് ഉരുളുപൊട്ടലിൽ ഇരുക്കുപാലത്ത് ഒരാളുടെ വീട് തകർന്നുപോയി. അദ്ദേഹത്തിന് ആ വീട് പുനർനിർമ്മിക്കാൻ നമ്മൾ സഹായിച്ചു. പിന്നീട് ആ ഉരുൾപൊട്ടൽ കാലത്ത് നമ്മുടെ വകയായിട്ട് ആ ഉരുൾപൊട്ടൽ മാത്രമല്ല ആ രീതിയിലുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നീട് വസ്ത്രങ്ങൾ, അതായത് ഈ ആലുവ ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വസ്ത്രങ്ങൾ പോലും ഇല്ലാതെ ക്യാമ്പുകളിലേക്ക് മാലിയർക്ക് വേണ്ടി വസ്ത്രങ്ങൾ നമ്മൾ വിതരണം ചെയ്തു.
അതായത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ മേഖല പല മേഖലകളിലേക്ക് നമുക്ക് സാധിക്കുന്ന രീതിയിൽ എത്തിച്ചേരുകയും കഴിയുന്നത്ര ആളുകളെ സഹായിക്കാൻ, ജാതി മത ഭേദമന്യേ സഹായിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുകൂടി ഉൾപ്പെടുത്താനാണ് ഞാൻ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. 2019 നമ്മൾ ഒരു പുതിയ ഭരണസമിതി ചുമതലയേറ്റു. ശ്രീ ഫാറൂഖ് മലിക്കാർ മുകളെ നമുക്കെല്ലാം അറിയാവുന്ന അഡ്വക്കേറ്റ് ഫാറൂഖ് മലിക്കാർ അദ്ദേഹത്തിന് പ്രസിഡൻ്റായിട്ടും ശ്രീ റഷീദ് പെരുമഞ്ചാലിൽ നമ്മുടെ മോഡറേറ്ററായിട്ടുള്ള ശ്രീ റഷീദ് പെരുമഞ്ചാലിൽ അദ്ദേഹം സെക്രട്ടറി ആയിട്ട് 2019 നമ്മൾ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. അന്ന് നമ്മൾ നടത്തിയൊരു പ്രധാന കാര്യമുണ്ട്. നമുക്കിവിടെ എന്നും കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലമാണ് പല്ലാരിമംഗലം. അങ്ങനെ ജലസംരക്ഷണത്തിൻ്റെ ഒരു ബോധവൽക്കരണം നമ്മൾ ആ വർഷം തുടർച്ചയായിട്ട് നടത്തിയ ഒരു ബോധവൽക്കരണം, ജലസംരക്ഷണത്തിന് വേണ്ടി മഴവെള്ള കുഴികൾ, മറ്റു കാര്യങ്ങൾ, അങ്ങനെ പഞ്ചായത്തിലാകമാനം ഒരു ബോധവൽക്കരണ ക്ലാസുകളും പരിപാടികളും സെമിനാറുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ സൗജന്യമായിട്ട് കുടിവെള്ള വിതരണം ഇവിടെ പഞ്ചായത്തിൽ പല വർഷങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. പല്ലാരിമംഗലം അതിന് മുൻകൈയടിച്ചുകൊണ്ട് കുടിവെള്ള സംഭരണം എല്ലാ വീടുകളിൽ, പല വെള്ളത്തിന് ദൗർലഭ്യം അനുഭവിക്കുന്ന വീടുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ ഏർപ്പാട് ചെയ്തു. ശ്രീ റഷീദ് പെരുമഞ്ചാലി ഇന്നും നമ്മുടെ ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാം. അദ്ദേഹം താഴ്നാട്ടിലുമായിട്ട് പോയിട്ട് ഓരോ വീടുകളിലേക്കും പാത്രങ്ങളിലേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞത് ഞാൻ ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ചു. സത്യത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറുള്ള ഒരുപാട് പ്രവാസികൾ, ശ്രീ ജബ്ബാർ കുഞ്ഞിക്കാട്ട് തുടങ്ങി ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ കൂട്ടായ പ്രവർത്തനത്തിനുള്ള ഫലമാണ് ഈ നാട്ടിൽ നമുക്ക് പല്ലാരിമംഗലം എന്ന സംഘടനയെ ജനങ്ങളിലേക്കും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിച്ചു. ആ വർഷം നമ്മൾ നൽകിയ ഒരു പുതിയ കാര്യം പ്രവാസി ഒരു മാസിക നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒരുമ എന്ന പേരിൽ ഒരു പ്രവാസി മാസിക നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കൂടുതൽ കാലം അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം കോവിഡ് മറ്റു കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി അത് മുടങ്ങിപ്പോയി. വീണ്ടും നമുക്കത് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രവാസികളെ കൂട്ടിച്ചേർക്കാൻ, ഒരുമിപ്പിക്കാൻ, അവരുടെ കലാവാസനകൾ വികസിപ്പിക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. 2020 അതിനുശേഷം നമ്മൾ കോവിഡ് ആരംഭിക്കുന്ന കാലമായി. 2019, 2020 ശേഷം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു മൗനതയും ഉണ്ടായില്ല. തീർച്ചയായും കോവിഡ് കാലത്ത് നമ്മുടെ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. അന്ന് നമ്മുടെ പ്രസിഡന്റ് സി അലി ചുള്ളി നമ്മുടെ ഇവിടെ ഉണ്ട്. തീർച്ചയായും അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രസിഡന്റായും ശ്രീ ഷിബു മറ്റപ്പള്ളി കുവൈറ്റ് അദ്ദേഹം സെക്രട്ടറിയുമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്ക് കോവിഡ് കാലത്ത് ഉണ്ടായിരുന്നത്. അന്ന് നമ്മൾ ചെയ്തത്, കോവിഡ് കാലത്ത് നമുക്ക് മറ്റു പുതിയ പരിപാടികൾ നടത്താൻ കഴിയുമായിരുന്നില്ല. അന്ന് നമ്മൾ ചെയ്തതിൽ നമ്മുടെ മെമ്പറായിട്ടുള്ള ലേറ്റ് അൽത്താഫിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങി നൽകി. പിന്നെ കുടുംബ സംഗമങ്ങൾ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. അതോടൊപ്പം എല്ലാവരും നമ്മൾ ചെയ്യുന്ന രോഗ സഹായങ്ങൾ, ഭക്ഷണം കിറ്റുകൾ വിതരണം ചെയ്യൽ. അന്ന് ആ കോവിഡ് കാലത്ത് നമ്മൾ 200 കുടുംബങ്ങൾക്കാണ് ഭക്ഷണം വിതരണം ചെയ്തത്. അതോടൊപ്പം തന്നെ ഏതാനും കുടുംബങ്ങൾക്ക് വാർഷികമായിട്ട് രോഗികളായിട്ടുള്ള അവശരായിട്ടുള്ള ഏതാനും ആളുകൾക്ക് വാർഷികമായിട്ട് ഒരു വർഷം മുഴുവൻ നമ്മൾ അവർക്ക് ഭക്ഷണ കിറ്റുകൾ നൽകി. അതോടൊപ്പം കോവിഡ് കാലത്ത് ഓക്സിജൻ ആവശ്യമുള്ള രോഗികൾക്ക് വേണ്ടി ഓക്സിജൻ മെഷീൻ നമ്മൾ വാങ്ങി നൽകിയിരുന്നു. പാലിയേറ്റീവ് കെയറിൻ്റെ സൗകര്യങ്ങൾക്ക് നമ്മൾ ചെയ്തിരുന്നു. അങ്ങനെ കോവിഡ് കാലത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 2021-2022 കാലഘട്ടങ്ങളിൽ നമ്മുടെ ജനാബ് അഫീഖ് മൗലവി സാഹിബ് UAE അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. ശ്രീ അനസ് മക്കാർ സെക്രട്ടറി, അദ്ദേഹം ഖത്തറിലാണ് അദ്ദേഹമായിരുന്നത്. അന്ന് കോവിഡ് കാലമാണ്. കോവിഡ് കാലത്തെ കുട്ടികൾക്കെല്ലാം വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഓൺലൈനായിട്ട് പഠിക്കുന്ന അവസ്ഥ. അന്ന് പല്ലാരിമംഗലം പഞ്ചായത്തിലെ 10 കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുക. നമ്മുടെ ഓരോ വർഷവും കാലത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കൊണ്ടുവന്നു, കാര്യങ്ങൾ ചെയ്യാവുന്ന കൊണ്ടുവന്നു. അങ്ങനെ ഓരോ വർഷവും വ്യത്യസ്തമായ പരിപാടികളിലേക്ക് നമ്മുടെ സംഘടന ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ കുട്ടികൾക്കുള്ള സപ്പോർട്ട്, കോവിഡ് ടൈമിൽ രോഗികൾക്കുള്ള സപ്പോർട്ട്, കുട്ടികൾ അതായത് നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് മെമ്പേഴ്സിൻ്റെ വീടുകളിൽ ന്യൂ ബോൺ ബേബീസ് ഉണ്ടായപ്പോൾ നമ്മൾ അവർ ചെന്ന് കാണുകയും കുട്ടികൾക്ക് വേണ്ടി ഗിഫ്റ്റുകൾ കൊടുക്കുകയും ചെയ്തു. അതുപോലെ ആക്സിഡൻ്റ് ആയിട്ടുള്ള പലർക്കും നമ്മൾ സഹായങ്ങൾ ചെയ്തു, രോഗികൾക്ക് സഹായം ചെയ്തു. ഇങ്ങനെ പബ്ലിക് ഒരു ഫേസിൽ വരാത്ത രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു.
അതോടൊപ്പം 2024 ശേഷം ഇപ്പോഴത്തെ ഭരണസമിതിയാണ് ഉള്ളത്. ഞാൻ ശ്രീമാൻ നിസാം സാമിക്കൽ, അദ്ദേഹം വളരെ ആക്റ്റീവായിട്ടുള്ള നമ്മുടെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ സെക്രട്ടറി. മക്കയിലാണ് അദ്ദേഹം ഉള്ളത്. മക്കയിലുള്ള വലിയൊരു ഗ്രൂപ്പ് ആളുകൾ, അദ്ദേഹം പ്രത്യേകിച്ചും ഹജ്ജിന് പോകുന്ന ആളുകൾ, കല്ലാബിമാർക്ക് സേവനം ചെയ്യുന്ന ഒരു വലിയ സേവന പ്രവർത്തനങ്ങൾ കൂടി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മളിപ്പം ഈ പ്രസ്ഥാനം വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയ ഞാനാണ് ഇപ്പോഴും പ്രസിഡൻ്റായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അന്ന് നമ്മൾ ചെയ്ത ഈ 2024 ഒരു പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് പ്രവാസികളുടെ ഏരിയയിൽ സമ്പാദ്യശീലം വളർത്തുക. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്കറിയാം, ഒരുപാട് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നു, പരാജയപ്പെടുന്നു. അങ്ങനെ ആട് വാക്ക് ചെയ്യുകയും മാഞ്ചിയം പോലുള്ള പ്രവർത്തനങ്ങൾ, ഇരട്ടി ചെയിൻ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന ഈ കാലത്ത് നമ്മുടെ പ്രവാസികൾക്ക് ഒരു ബോധവൽക്കരണം നൽകി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെയിനിങ് SIP ട്രെയിനിങ് നടത്താൻ ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റുകാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നടത്തിയിരുന്നു. അതിൽ പലരും ഓൾറെഡി അങ്ങനെ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സേവനത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റും നമ്മുടെ സമ്പാദ്യങ്ങൾ ചെയ്യിക്കുക, സമ്പാദ്യശീലം വളർത്തുക എന്നതിലേക്ക് നമ്മൾ കുറേ കൂടി ഊന്നൽ കൊടുത്തു. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഈ റമദാൻ മാസത്തിൽ റമദാൻ കിറ്റ് 100 കിറ്റ് കുടുംബങ്ങൾക്ക്, 100 കുടുംബങ്ങൾക്ക് അവശതയിൽ നിൽക്കുന്ന നിർബന്ധരായ 100 കുടുംബങ്ങൾക്ക് നമ്മൾ റമദാൻ കിറ്റ് കൊടുത്തു. പിന്നെ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും നമ്മൾ ഡേറ്റ്സ് വിതരണം ചെയ്തു. എല്ലാ വീടുകളിലും നമ്മൾ പോയി അവരുടെ കുടുംബത്തെ ബന്ധപ്പെട്ട് അവരുടെ കുടുംബമായിട്ട് സലാം പറഞ്ഞ് എല്ലാ കുടുംബങ്ങൾക്കും ഒരു ഗിഫ്റ്റ് എന്ന നിലയിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മൾ 400ഓളം കുടുംബങ്ങൾക്ക് നമ്മൾ ഡേറ്റ്സ് വിതരണം ചെയ്തു. അങ്ങനെ ഇതെല്ലാം നമ്മുടെ യൂഷ്വൽ ആക്ടിവിറ്റീസോടൊപ്പം തുടരുകയാണ്. കുടുംബസംഘം അക്കാഡമിക് എക്സിബിഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ സർവശക്തൻ അനുഗ്രഹിച്ചു. വളരെ സന്തോഷം, അൽഹംദുലില്ലാ, ഹൈറാണ്. അത് ഒരു കൊച്ചു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ദൈവം നമ്മളെ പ്രപഞ്ചം സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അതൊരു ഇളകുന്ന അവസ്ഥയിലായി. ഇളകുന്ന അവസ്ഥയിലായിരുന്നപ്പോൾ മലക്കളൊക്കെ ചോദിച്ചു, മലക്കളോട് മേലാക്കന്മാരോട് അദ്ദേഹം ദൈവം ഈ ഇളകുന്ന ഭൂമിയെ എന്താ ചെയ്യാം? ഇളകുന്ന ഭൂമിയിൽ നമ്മൾ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു. ആ പർവ്വതങ്ങളെ സൃഷ്ടിച്ച് ഭൂമി ഒരു സ്റ്റേബിളായ നിലയിലേക്ക് വന്നപ്പോൾ ദൈവം മേലാക്കന്മാരോട് ചോദിച്ചു, ഈ ഭൂമിയിൽ ഏറ്റവും ശക്തനായ ശക്തി, ഏറ്റവും വലിയ ശക്തിയാണ്. അപ്പോൾ മാതാവ് പറഞ്ഞു, ഇവിടെ അഗ്നിയാണ് ഏറ്റവും വലിയ ശക്തി. അഗ്നിക്ക് എന്ത് കത്തിച്ചു കളയാം, എന്ന് നശിപ്പിക്കാം. അപ്പോൾ ഏറ്റവും വലിയ ശക്തി അഗ്നിയാണ്. അപ്പോൾ മറ്റൊരു മാതാവ് പറഞ്ഞല്ല, ജലത്തിന് സാധിക്കും. അപ്പോൾ അഗ്നിയേക്കാൾ വലിയ ശക്തി ജലമല്ലേ. അപ്പോൾ മറ്റൊരു മാതാവ് പറഞ്ഞു, ഈ ജലത്തെയൊക്കെ നിയന്ത്രിക്കാനും അതിലേക്ക് ഒഴിക്കാനും കഴിയുന്നത് കാറ്റാണ്, വിൻഡാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും ശക്തിയുള്ളത് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കാറ്റിനല്ലേ. അപ്പോൾ ദൈവം പറഞ്ഞു, ഇത് മുഴുവൻ ഈ പർവ്വതങ്ങളെ തളർത്താൻ കഴിയും. അപ്പോൾ പർവ്വതത്തെക്കാളും കാറ്റിന് ശക്തിയുണ്ട്. കാറ്റല്ല, വെള്ളമല്ല, അഗ്നിയല്ല, അതിനേക്കാളുള്ള ശക്തി. അതായത് ദാനം ചെയ്യുന്ന കൈകളാണ് അനുഭവിക്കാൻ ഏറ്റവും കൂടുതൽ ശക്തി എന്ന് പ്രതികരിച്ചു. എന്നൊരു കഥയാണ്, അതിനകത്ത് സോഴ്സൊന്നും ചോദിക്കരുത്. അപ്പോൾ അതോടൊപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ പല്ലാരിക്കൂട്ടത്തിൻ്റെ മെമ്പർമാരുടെ, ഈ പാനോളം മെമ്പർമാരുടെ ദാനം ചെയ്യുന്ന കൈകൾ അതിന് ശക്തി നൽകട്ടെ എന്ന് പ്രതീക്ഷകളോട് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ ഹ്രസ്വമായി വിശദീകരിച്ചുകൊണ്ട് ഈ യോഗത്തിന് അധ്യക്ഷ ഭാഷണം നടത്തിയ പ്രിയങ്കരനായ പല്ലാരിക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് കരിക്കുഞ്ഞി സാഹിബിനുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കോതമംഗലത്തിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ ആന്റണി അവരുടെ സാദരം ക്ഷണിക്കുന്നു.